ഹലോ ഫ്രണ്ട്സ്, ലേഡീസ് ഫസ്റ്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലേ. ആക്ച്വലി ഇത് വെറുതെ പറയുന്നതാണോ? അല്ല, ഇതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. നമ്മളിന്ന് അതാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ലേഡീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഇതിനുള്ള സയൻസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഡെവലപ്മെന്റൽ ബയോളജി ആൻഡ് മോളിക്കുലാർ ബയോളജി അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഇതിന് പിന്നിലുണ്ടോ? യെസ്, എന്താ സംഭവം നോക്കാം. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? യെസ്, വി വർ ഓൾ ഫീമെയിൽ വൺസ്. നമ്മൾ ഒരിക്കലും എന്തായിരുന്നു, നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഫീമെയിൽസ് ആയിരുന്നു അല്ലെ. ഇറസ്പെക്റ്റീവ് ഓഫ് മെയിൽ ഓർ ഫീമെയിൽ, എല്ലാവരും എന്തായിരുന്നു, ജനിക്കുന്ന സമയത്ത് ഫീമെയിൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സംഭവം നമുക്കറിയാം, എന്താണ് മെയിലും ഫീമെയിലും നമുക്ക് അറിയാലോ. യെസ്, വി നോ XX അല്ലെ. XX ക്രോമസോം ഉള്ളവരാണ് ഫീമെയിൽ എന്നും XY ക്രോമസോം ഉള്ളവരാണ് മെയിൽ എന്നും നമ്മൾ പഠിച്ചവരാണ് അല്ലെ. ആൻഡ് ആ ഒരു സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹ്യൂമൻസിന്റെ കേസിൽ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആരാണ്? മെയിലാണ് അല്ലെ. അതായത് മെയിലിന്റെ അടുത്ത് രണ്ട് ടൈപ്പ് സ്പേം ഉണ്ട് അല്ലെ. ഏതൊക്കെയാ? എക്സ് സ്പേമും വൈ സ്പേമും. എന്നാൽ എഗ് എല്ലാം എന്താണ്? എക്സ് എഗ് ആണ്. വൈ സ്പേമും എക്സ് എഗും കൂടി ചേർന്നാൽ നോക്കൂ എന്തുണ്ടാകും? എക്സ് സ്പേമും എക്സ് എഗും കൂടി ചേർന്നാൽ ഫീമെയിൽ ഉണ്ടാകും. വൈ സ്പേമും എക്സ് എഗും ആണ് കൂടി ചേർന്നെങ്കിൽ മെയിൽ ഉണ്ടാവും. ഇതാണ് നമ്മൾ ബേസിക്കലി പഠിച്ച കാര്യം അല്ലേ. ഇനി നമുക്ക് ഇതിൽ എന്താണ് നമുക്ക് പുതുതായിട്ട് പഠിക്കാനുള്ളത് നോക്കിയാലോ. യെസ്, ഓക്കെ, സോ യു ക്യാൻ സി ഹിയർ, ഇത് നമ്മളെ നോർമൽ എഗ് ആണ്, എക്സ് എഗ്, ആൻഡ് ദിസ് ഇസ് വൈ സ്പേം. എക്സ് എഗും വൈ സ്പേമും ഫെർട്ടിലൈസ് ചെയ്താൽ എന്താ ഉണ്ടാവാം? ആസ്പിൻ ഒരു സൈഗോട്ട് ഉണ്ടാകും അല്ലെ. നമ്മൾ നോർമലി പ്രതീക്ഷിക്കുന്നത് ഇതൊരു എക്സ് വൈ സൈഗോട്ട് ആണെന്നാണ് അല്ലെ. എക്സ് വൈ സൈഗോട്ട് അല്ലെ. യെസ്, എക്സ് സ്പേമും എക്സ് എഗും വൈ സ്പേമും കൂടി ചേർന്നാൽ എന്താ ഉണ്ടാവുക? എക്സ് വൈ സൈഗോട്ട് ആണ് ഉണ്ടാവുക അല്ലെ. ഈ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഈ സൈഗോട്ട് എന്തായിട്ടാണ് മാറേണ്ടത്? മെയിലായിട്ട് വളരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ. നോക്കൂ, എന്നാൽ ഈ ഒരു സൈഗോട്ട് ഉണ്ടാകുന്ന സമയത്തുണ്ടല്ലോ, സൈഗോട്ട് ഫോം ചെയ്തു, എന്നിട്ട് ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ എംബ്രിയോയിൽ ഫോം ചെയ്യുന്നത് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത ഒരു ഗൊണാഡൽ ടിഷ്യൂ. ആ ഗൊണാഡൽ ടിഷ്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് എയ്തർ ഇറ്റ് ഈസ് ഓവറി ഓർ ടെസ്റ്റിസ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? ആദ്യം ഉണ്ടാവുക ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡാണ്, പിന്നീടാണ് അത് ഓവറി ഓർ ടെസ്റ്റിസ് ആയിട്ട് മാറുന്നത്. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നോക്കൂ, ഇത് ഈ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡ് ടിഷ്യൂ ബൈ ഡിഫോൾട്ട് ആയിട്ട് അതിന് ഓവറി ആയിട്ട് മാറാനുള്ള ടെൻഡൻസി ആണുള്ളത് അല്ലേ. അതായത് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡൽ ടിഷ്യൂ, അതിന് എക്സ് വൈ സൈഗോട്ട് ആയാലും എക്സ് എക്സ് സൈഗോട്ട് ആയാലും അയാൾ ഓവറി ആയിട്ട് മാറാനാണ് സാധ്യത. അതാണ് ഡിഫോൾട്ട് പ്രോസസ്. എന്നാൽ ഈ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡ് ടെസ്റ്റിസ് ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് ഒരു ജീനിന്റെ ആവശ്യമുണ്ട് അല്ലേ. ആ ജീനിന്റെ പേരാണ് സെക്സ് ഡിറ്റർമൈനിങ് റീജിയൻ വൈ അഥവാ SRY ജീൻ അല്ലേ. ഇത് എവിടെയാണുള്ളത്? വൈ ക്രോമസോമിലാണ്. വൈ ക്രോമസോമിലുള്ള ഈ SRY ജീൻ എന്ന് വെച്ചാൽ എന്താ? സെക്സ് ഡിറ്റർമൈനിങ് റീജിയൻ വൈ എന്ന് പറയുന്ന ഈ ജീനാണ് നോക്കൂ ഈ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡിനെ ടെസ്റ്റിസ് ആക്കി മാറ്റുന്നത്. ആ ഒരു SRY ജീൻ എപ്പോഴാണ് ആക്ടിവേറ്റ് ആവാന്നറിയോ? ആ ഒരു SRY ജീൻ ആക്ടിവേറ്റ് ആകുന്നത് 6th വീക്ക് ഓഫ് ദ എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആണ്. എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ 6th വീക്കിലാണ് ഈ ഒരു സംഭവം എന്താവുന്നത്? ആക്ടിവേറ്റ് ആകുന്നത് അല്ലേ. അതായത് ഈ 6th വീക്കിൽ മാത്രമേ SRY ജീൻ ഉണ്ടാവുള്ളൂ. അയാളാണ് നമ്മളെ അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡിനെ ടെസ്റ്റിസ് ആക്കി മാറ്റാൻ സഹായിക്കാം. അതുകൊണ്ട് നമ്മൾ അയാളെ ടെസ്റ്റിസ് ഡിറ്റർമൈനിങ് ഫാക്ടർ എന്നും പറയാറുണ്ട്. ഓക്കെ, അയാളെ നമ്മൾ ടെസ്റ്റിസ് ഡിറ്റർമൈനിങ് ഫാക്ടർ എന്നും പറയാറുണ്ട്. അപ്പോൾ ആ 6th വീക്ക് വരെയുള്ള ഒരു കാലം ഉണ്ടല്ലോ, അത്രയും സമയം നമ്മുടെ അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡൽ ടിഷ്യൂ ഒരു ഓവറി ആയിട്ടാണ് വളരാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വളരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ആ ഒരു 6th വീക്ക് വരെ എല്ലാ ആളുകളും വെദർ ഇറ്റ് ഈസ് എക്സ് ആയിക്കോട്ടെ എക്സ് വൈ ആയിക്കോട്ടെ എല്ലാവരും ഡിഫോൾട്ട് ഫീമെയിൽ ആയിട്ടാണ് വളരുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഡിഫോൾട്ട് ഫീമെയിൽ ഹൈപ്പോത്തസിസ് എന്നാണ് അല്ലേ. യു ക്യാൻ സെർച്ച് ഇറ്റ്. നമ്മൾ വിളിക്കുന്നത് ഡിഫോൾട്ട് ഫീമെയിൽ ഹൈപ്പോത്തസിസ് എന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് മനസ്സിലായല്ലോ. അതായത് ബൈ ഡിഫോൾട്ട് 6th വീക്ക് വരെ നമ്മളെല്ലാവരും, അതായത് XY ക്രോമസോം ഉള്ള ആളുകളാണെങ്കിലും അവരിലും ഓവറിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ 6th വീക്കിൽ വരുന്ന SRY ജീനിന്റെ ആക്ടിവേഷൻ, അയാളാണ് ടെസ്റ്റിസ് ഡിറ്റർമൈനിങ് ഫാക്ടർ, അയാളാണ് അൺഡിഫറൻഷിയേറ്റഡ് ഗൊണാഡിനെ ടെസ്റ്റിസ് ആക്കി മാറ്റുന്നത്. ഓക്കെ ആണോ? ഇതേ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മെയിൽസിന് നിപ്പിൾസ് ഉണ്ടാവുന്നത്. മെയിൽ നിപ്പിൾസ് അല്ലേ. മെയിൽസിൽ ആക്ച്വലി നിപ്പിൾസിന്റെ ഫംഗ്ഷനിങ് ഉണ്ടോ?
ഇല്ല. മെയിൽസിൽ ഒരു റുഡിമെന്ററി നിപ്പിൾസ് ഇല്ലേ, അത് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ 6th വീക്കിനിടയിൽ ഫോം ചെയ്തതാണ്. 6th വീക്കിലാണ് നമ്മൾ മെയിലായിട്ട് മാറുന്നത് പറഞ്ഞല്ലോ. അതിനു മുന്നേ നമ്മൾ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? നിപ്പിൾസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്, ബീയിങ് എ മാമൽ. ഓക്കെ, സോ അതുകൊണ്ടാണ് മെയിൽസിന് നിപ്പിൾസ് ഉണ്ടായതെന്നും നമുക്ക് അവിടെ ചേർത്ത് വായിക്കാൻ പറ്റും. ഇപ്പൊ ഓക്കെ ആണോ? യെസ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. നമ്മൾ കണ്ടോ XX ഫീമെയിൽ, ഇത് നോർമൽ കേസ് ആണ് അല്ലെ. XX ആണെങ്കിൽ ഫീമെയിൽ ആവും, നോർമലി നമ്മൾ പഠിച്ചതാണ്. XY മെയിൽ ആണെങ്കിൽ എന്താണ്? അതും നോർമൽ ആണ്, നമ്മൾ പഠിച്ചു. XY ആണെങ്കിൽ മെയിൽ ആയിരിക്കും, നോർമൽ. ഇനി XX മെയിൽ ഉണ്ട്, വളരെ റെയർ ആയിട്ട് XX മെയിൽ ഉണ്ട്. ആ ഒരു സിൻഡ്രം, അതൊരു അസുഖമാണല്ലേ, അതൊരു ഡിസോർഡർ ആണല്ലോ. അതിനെ വിളിക്കുന്നത് ഡി ലാ ഷാപ്പലെ സിൻഡ്രം എന്നാണ്. XX മെയിൽ. എങ്ങനെയായിരിക്കും XX മെയിൽ ഉണ്ടാവും നോക്കിക്കേ. ഇവിടെ ഈ ഒരു X ക്രോമസോമിൽ എന്തുണ്ട്? SRY ജീൻ ഉണ്ട്. എങ്ങനെ X ക്രോമസോമിന് SRY ജീൻ കിട്ടിയത്? ആക്ച്വലി നമ്മളുടെ Y ക്രോമസോമിലല്ലേ, ഇത് Y ക്രോമസോമും നോക്കൂ, ഇത് X ക്രോമസോമും ആണെങ്കിൽ Y ക്രോമസോമിലാണല്ലോ SRY ജീൻ ഉള്ളത് അല്ലേ. ഈ SRY ജീന് X ക്രോമസോമിലോട്ട് വരികയാണ്. നമ്മൾ ക്രോസിംഗ് ഓവർ ഒക്കെ പഠിച്ചിട്ടില്ലേ? ക്രോസിംഗ് ഓവർ ആക്ച്വലി നടക്കുന്നത് ഹോമോലോഗസ് ക്രോമസോമുകൾക്കിടയിലാണ് അല്ലേ. എന്നാൽ എക്സും വൈയും ഹോമോലോഗസ് ആണോ? അല്ല, നോൺ ഹോമോലോഗസ് ആണ്. ഇത്തരത്തില് നോൺ ഹോമോലോഗസ് ക്രോമസോമുകൾക്കിടയിൽ നടക്കുന്ന ക്രോസിംഗ് ഓവറിനെ എന്താ വിളിക്കാന്ന് അറിയോ? അതിനെ വിളിക്കുന്ന പേര് ട്രാൻസ്ലൊക്കേഷൻ എന്നാണ് അല്ലേ. ട്രാൻസ്ലൊക്കേഷൻ. അതായത് നോക്കൂ, ഈ ഒരു ഫീമെയിലിന് ഒരു X ക്രോമസോം കിട്ടിയത് എവിടുന്നാ? ഒരു X ക്രോമസോം കിട്ടിയത് മദറിൽ നിന്നാണ്, മറ്റേ X ക്രോമസോം കിട്ടിയത് ഫാദറിൽ നിന്നാണ്. ഈ ഫാദറിൽ നിന്ന് കിട്ടിയ X ക്രോമസോമില് SRY ജീൻ എങ്ങനെ വന്നു? ഫാദറിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവരുടെ ഫാദറിൽ ട്രാൻസ്ലൊക്കേഷൻ സംഭവിച്ചു. അവരുടെ ഫാദറിന്റെ Y ക്രോമസോമിൽ ഉണ്ടായിരുന്ന SRY ജീന് X ക്രോമസോമിലോട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ SRY ജീന് ഉള്ള ആ ഒരു X ക്രോമസോം ആണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ X ക്രോമസോമിൽ എന്തുണ്ട്? SRY ജീൻ ഉണ്ട്. SRY ജീൻ എന്ത് ഫോം ചെയ്യും? SRY ജീൻ ഉണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റസ് ഫോം ചെയ്യും. ബിക്കോസ് ഇറ്റ് ഇസ് എ ടെസ്റ്റസ് ഡിറ്റർമൈനിങ് ഫാക്ടർ അല്ലേ. അതൊരു ഡിസോർഡർ ആണ്, വളരെ റെയർ ആയിട്ട് കാണുന്ന ഡിസോർഡർ ആണ്. ഇറ്റ് ഈസ് ഡാലി ഷാപ്പലെ സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ മെയിലും സംഭവിക്കാം. എന്താണ്? XY ഫീമെയിൽ ആവാനുള്ള കാര്യം എന്താ നോക്കൂ. ഇവരുടെ Y ക്രോമസോമിൽ SRY ജീൻ ഉണ്ടായിരുന്നില്ലേ? ആ SRY ജീന് മ്യൂട്ടേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ SRY ജീന് മിസ്സിംഗ്, ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ അവിടെ SRY ജീൻ ഉണ്ടോ? ഇല്ല. SRY ജീൻ ഇല്ലെങ്കിൽ പിന്നെ ടെസ്റ്റിസ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ അവർ ബൈ ഡിഫോൾട്ട് ആയിട്ട് എന്താവുക? ഫീമെയിൽ ആണ് ആവുക അല്ലെ. SRY ജീൻ ഇല്ലെങ്കിൽ അവർ എന്തായിട്ട് മാറാ? ഫീമെയിൽ ആയിട്ട് മാറാ. ആ സിൻഡ്രത്തിന്റെ പേരാണ് സ്വയേഴ്സ് സിൻഡ്രം എന്ന് പറയും അല്ലെ. ദാറ്റ് സിൻഡ്രം ഈസ് കോൾഡ് ആസ് സ്വയേഴ്സ് സിൻഡ്രം. ഓക്കെ, അപ്പൊ അത് രണ്ടും നമ്മുടെ ഹ്യൂമൻ ജീനുള്ള ഹ്യൂമൻ പോപ്പുലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫോംസ് ആണ്. അതായത് നമ്മൾ നോർമലി പഠിച്ച XX ഫീമെയിലും XY മെയിലും മാത്രമല്ല, XX മെയിലും XY ഫീമെയിലും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് പറഞ്ഞ ഒരു തിയറി നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ സൈഗോട്ട് ഫോം ചെയ്തു അല്ലെ. സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മെയിൽ സൈഗോട്ട് ആണെങ്കിൽ, അതായത് XY ക്രോമസോം ഉള്ള സൈഗോട്ട് ആണെങ്കിലും അപ് ടു 6th വീക്ക് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് വരെ ആ ഒരു സൈഗോട്ട് ഫീമെയിൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാരക്ടർ ഒക്കെ ആണ് ഫോം ചെയ്യാൻ സാധ്യത. എന്നാൽ അതിൽ ടെസ്റ്റിസും മറ്റ് മെയിൽ ക്യാരക്ടറും ഫോം ചെയ്യണമെങ്കിൽ 6th വീക്കിൽ ഫോം ചെയ്യുന്ന SRY ജീന്, അഥവാ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന SRY ജീൻ അല്ലെ, അപ്പോഴാണ് ആക്ടിവേറ്റ് ആവുക അല്ലെ. അതിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഒക്കെ അപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത്. അപ്പോൾ മാത്രമാണ് മെയിൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അത്രയും കാലം നമ്മളൊരു ഫീമെയിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് കാര്യം. അതുകൊണ്ട് നമ്മൾ ഇനി ഒരിക്കലും എന്ത് ചെയ്യേണ്ട? കൺഫ്യൂസ് ചെയ്യേണ്ട. ഇറ്റ് ഈസ് ഓൾവേസ് ലേഡീസ് ഫസ്റ്റ് ആണ്.